ഇന്നത്തെ യാത്ര ഞാൻ പോകുന്നത് കൊടൈക്കനാലിൽ നിന്ന് 26 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂക്കൽ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ്. പോകുന്ന വഴി ഒരുപാട് കാടിൻ്റെ അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് നല്ലൊരു ഡ്രൈവ് കിട്ടുന്നൊരു റൂട്ടാണിത്. അത്രയും നല്ലൊരു ഡ്രൈവിലുള്ള റൂട്ട് പോയി നമ്മൾ ആ ഒരു കൂക്കാൽ ലേക്ക് വിസിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ഗ്രാമക്കാഴ്ചയും കണ്ട് തിരിച്ച് പൂമ്പാറ എന്ന് പറഞ്ഞാൽ മറ്റൊരു മനോഹരമായ വില്ലേജിൽ വന്ന് ആ വില്ലേജിൻ്റെ എല്ലാ വ്യൂവും കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ ഒരു പ്രീമിയം ഫ്രെയിം സ്റ്റേയും കൂടി പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വഴി വരേണ്ടതെന്നുള്ളതും എവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യണം, എന്തൊക്കെ ഇവിടെ കാണാനുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്ത റൂട്ട് പളനി കൊടൈക്കനാൽ വഴി കയറുന്ന റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഇതുപോലത്തെ നല്ല മരത്തണലൊക്കെ ഉള്ള ഒരുപാട് റോഡുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ടോൾ വരും. ആ ടോള് 60 രൂപയാണ് വരുന്നത്. ആ ടോള് കൊടുത്ത് കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. ഒരു കോമൺ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഞാൻ അധികം ഇവിടെ നേരം സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് നിർത്തി സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കാണുന്നത്. ആരും ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്യാൻ മറക്കരുത്, കാരണം ഇതാണ് ലാസ്റ്റ് പമ്പ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ടൗണിലെത്തുമ്പോൾ ഇവിടുത്തെ ലേക്കിൻ്റെ ആ ഒരു പരിസരത്തും ആ ലേക്കിനോട് ചേർന്ന് തന്നെ ഇതേപോലത്തെ ആ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇന്നത്തെ സ്ഥലമായ കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്. കൂക്കൽ മാത്രമല്ല, പൂമ്പാറ, അതേപോലെ പൂണ്ടി, മന്നവന്നൂർ, ക്ലാവര, അങ്ങനെ പറയുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ഡീവിയേഷനാണിത്. അപ്പോൾ പൂണ്ടിയും മന്നവന്നൂരൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പൂണ്ടിനെ പറ്റി. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയും ഇന്നത്തെ ഈ വീഡിയോയും കൂടി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മൾ ഈ വഴി ചൂസ് ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇതുപോലത്തെ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള നല്ലൊരു ഡ്രൈവാണ്. അപ്പോൾ കൂടുതലും ഇവിടെ കാണേണ്ടത് അതൊക്കെ തന്നെയാണ്. നമ്മൾ വരുന്ന വഴി നല്ല രീതിയിൽ ആസ്വദിച്ച് വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് വരേണ്ടത്. അതല്ലാതെ ഇപ്പോൾ കൂക്കലിലൊന്നും വന്നതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ഡെസ്റ്റിനേഷൻസ് ഒന്നും ഇല്ല കാണാൻ. മെയിനായിട്ട് നമ്മൾ ആ പോകുന്ന വഴി നല്ല രീതിയിൽ ആസ്വദിക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് പൂമ്പാറ വില്ലേജ്, അതേപോലെ കൂകൽ വില്ലേജ്. അത് കഴിഞ്ഞ് നേരെ മന്നവന്നൂർ കയറി അവിടുത്തെ ഷീപ്പ് ഫാമും കണ്ട് പോളൂര് പോയി, ക്ലാവരയും പോയി, അവിടുത്തെ ആ ഒരു ഡെഡ് എൻഡ്, അതായത് അതിന് ശേഷം പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വട്ടവടയുടെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ലാസ്റ്റ് റോഡാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് പോകാൻ പറ്റുന്നൊരു സഞ്ചാരോഗ്യമല്ല. അപ്പോൾ അങ്ങനത്തെ റൂട്ടിലേക്കാണ് നമ്മൾ ലാസ്റ്റ് എത്തുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾ ഈ ഒരു വഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യാത്ര കുറച്ചും കൂടെ നല്ല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. കുറച്ചൊക്കെ കാടിൻ്റെ അന്തരീക്ഷവും ആ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മുമ്പിലേക്ക് വരുമ്പോഴാണ് ഇതുപോലത്തെ ആ ഒരു പളനിമല വ്യൂ പോയിൻ്റ് നമുക്ക് എത്തുന്നത്. പക്ഷെ അവിടെ ഞാൻ വണ്ടി നിർത്തിയില്ല. അത് വേറെ കാരണമൊന്നുമല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ നല്ല രീതിയിൽ പ്രൈവസിയിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിയരികെ നിർത്താതെ വീണ്ടും ആ കൂക്കൽ ഗ്രാമം കാണാനുള്ള ആഗ്രഹത്തുകൊണ്ട് തന്നെ നേരെ വണ്ടി എടുത്തു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ യു ടേൺ പോലെ വഴി ഉണ്ടല്ലോ താഴേക്ക്, ആ വഴി പോയി കഴിഞ്ഞാൽ എത്തുന്നത് പൂമ്പാറ വില്ലേജിലേക്കാണ്. പക്ഷേ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് പോകുന്നത് കൂക്കാലാണ്. ഇപ്പോൾ പൂമ്പാറ വില്ലേജിലേക്ക് കയറേണ്ട ഒരു വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ആ യു ടേൺ അടിച്ച് പോകാം. പോയി കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ ഇതേപോലത്തെ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ഇതുപോലത്തെ ആ ഒരു കാടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടിക്കൊണ്ടുള്ളൊരു യാത്ര ഒരു 2-3 കിലോമീറ്റർ ആകുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തും. അപ്പോൾ ഈ സ്ഥലത്തുമ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബസ്സിൻ്റെ ഷെഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നിന്ന് ആ വളവിനോട് ചേർന്ന് വലത്തോട്ട് കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് റോഡ് പോയി കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എത്തുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ആദ്യം കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലം പോകുന്നതുകൊണ്ട് നമ്മൾ നേരേക്ക് തന്നെയാണ് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ, അതായത് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൂക്കൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോറസ്റ്റും ആ ഒരു വില്ലേജും കാണാൻ വേണ്ടി തന്നെ നമ്മൾ ഇതുപോലത്തെ വഴി കൂടെ തന്നെ പോകേണ്ടി വരിക. സത്യം പറഞ്ഞാൽ കൊടൈക്കനാൽ നിന്ന് ആ വലത്തേക്കുള്ള റോഡ് കയറി നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ളൊരു നേച്ചറാണ് നമുക്ക് കാണാം. ഓപ്പൺ വ്യൂ ആയാലും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് ഒരു ഫോറസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പൈൻ ഫോറസ്റ്റ് ആയിട്ടും അങ്ങനെ ഒരുപാട് ബ്ലെൻഡിങ് ആയിട്ടുള്ള നേച്ചറിൻ്റെ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് വരുന്ന വഴി കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരേണ്ട ഡ്രൈവാണ് ഏറ്റവും ഗംഭീരമാക്കണം നമ്മളെ. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നോക്കി ആ ബോർഡിലുണ്ടല്ലേ മുയൽ, പുലി, കാട്ടുപോത്ത്, മാന്, ഈ പറയുന്ന 4 എണ്ണത്തിൻ്റെയും ക്രോസിങ് ഏരിയ ആണ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാനും പറ്റും.
ഒടുവിൽ നമ്മളിതാ ഇതേപോലത്തെ ഒരു ജംഗ്ഷനിലെത്തും. അപ്പോൾ നേരെ പോയാലാണ് മന്നവന്നൂർ, പൂണ്ടി ആ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത്. പക്ഷെ നമുക്ക് കൂക്കൽ ലേക്കും ആ ഒരു കൂക്കൽ വില്ലേജിൻ്റെ ഭംഗിയും കാണുന്നുണ്ട്. ഇവിടുന്ന് ഈ റൈറ്റാണ് നമുക്ക് കയറേണ്ടത്. പക്ഷെ ആ റൈറ്റ് കയറുമ്പോഴേക്കും നേച്ചർ വീണ്ടും വേറെ രീതിയിലൊരു തിക്ക് ഫോറസ്റ്റിൻ്റെ വൈബാണ് തരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു നവംബർ ഡിസംബറിലൊക്കെ ആണെങ്കിൽ നല്ല ഫോഗ് മൂടിയിട്ടുള്ളൊരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാൻ തന്നെ ഭയങ്കര രസമാണ്. പക്ഷേ ഞാനിപ്പോൾ വന്ന സമയം ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്നിരുന്നാലും കൂടെ നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ടില്ലേ, ഏത് സമയത്ത് വന്നാലും കൂടെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡ്രൈവാണ് ഈ കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാ ടൂറിസ്റ്റിനെയും ആകർഷിക്കുന്നത്. അങ്ങനെ ചുറ്റും കാട് കൊണ്ട് മൂടപ്പെട്ട ആ ഒരു വഴി കുറേന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. അതങ്ങോട്ട് പോയി വന്നതിന് ശേഷം പിന്നെ ഒരു ഓപ്പൺ വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ എന്തോ ഒരു ഗ്രീൻ വാലി എന്നോ അങ്ങനെ എന്തോ പേര് പറയുക ഈ ഒരു സ്ഥലത്തിന്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാശ്മീർ താഴ്വരയുടെ എവിടേക്കോ ഒരു ഭംഗി കാണപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വ്യൂ ആണ് നമുക്ക് ഈ ഒരു സ്പോട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വഴി ഈ കാണുന്ന സ്ഥലത്തൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു കാഴ്ചയായിരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്തുനിന്ന് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് കൂക്കൽ ലേക്കിലേക്ക് എത്തും. അപ്പോൾ കൂക്കൽ ലേക്ക് ഞാനിപ്പോൾ ഈ വന്ന സമയത്തിൻ്റെതാവാം അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നോർമലി ഒരു ഫോഗും ആ ഒരു മിസ്റ്റൊക്കെ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും ഇവിടെ ഗംഭീര വിഷ്വൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, അതായത് ഞാൻ വന്ന ഒരു ഓഗസ്റ്റ് സമയത്ത് ഈ ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വാല്യൂ നമുക്ക് കൊടുക്കേണ്ടതില്ല ഈ ഒരു കൂക്കൽ ലേക്ക്. എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവ് ആസ്വദിച്ച് നമ്മൾ ഈ ലേക്കും കണ്ട് നമ്മുടെ അടുത്ത ലക്ഷ്യം ആ ഒരു ഗ്രാമത്തിലേക്ക് എത്താനാണ്. അപ്പോൾ ആ ലേക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം ഇതുപോലത്തെ വഴി പോയിട്ട് നമുക്ക് ആ ഗ്രാമക്കാഴ്ചകളൊന്ന് കണ്ടിട്ട് തിരിച്ചു മടങ്ങാം. ആ ലേക്കിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു വഴി വേറെ പോകുന്നുണ്ട്. അങ്ങോട്ട് നടന്ന് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറോ നടക്കുകയാണെങ്കിൽ നമുക്കൊരു കൂക്കൽ വാട്ടർഫോളിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ട്രക്കിംഗ് വേണമെങ്കിൽ എടുക്കാം. അത് നമ്മൾ ആ ലേക്കിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും ഇവിടുത്തെ ലോക്കൽ കുറച്ച് ഗൈഡ് വന്ന് ചോദിക്കും വാട്ടർഫോളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ ഇതേപോലെ കൂക്കൽ എന്നുള്ളൊരു വലിയൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ബോർഡ് ശരിക്കും ആ ഗ്രാമത്തിൻ്റെ ഒരു തുടക്കമാണ്. പക്ഷെ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണുന്ന കാഴ്ചയാണ് ആ മലകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഇത്രയും അട്രാക്റ്റീവായ ഒരു ഗ്രാമം കണ്ടപ്പോൾ എന്താണ് അവിടെ കുറച്ചും കൂടെ മുമ്പിൽ പോയാലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തപ്പോഴാണ് ഈ ഒരു ചായക്കട ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ നാട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഇടപഴകുമ്പോൾ തന്നെ ഒരു നല്ലൊരു മൂഡാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 500ഓളം വീടാണ് ആകെ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ പറ്റുള്ളൂ. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കൃഷിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ പോണ വഴി ഒരുപാട് നമുക്ക് ആ തട്ടായിട്ട് ഇവിടെ കാണാനും പറ്റും. അങ്ങനെ ആ ഗ്രാമക്കാഴ്ചയൊക്കെ കണ്ട് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയപ്പോൾ ആ ഒരു റോഡ് അവിടെ അവസാനിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തുന്നുള്ളൂ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു മന്നവന്നൂർ എന്ന് പറയാൻ പറ്റില്ല, പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഡീവിയേഷൻ എടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്ന വഴി അതേപോലെ തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ആ പോണ വഴിക്ക് വീണ്ടും നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് പയ്യെ റിലാക്സ് ചെയ്തിട്ടൊക്കെ തിരിച്ചു പോകാൻ പറ്റും. ഒടുവിൽ നമ്മൾ വന്ന ആ ഒരു ജംഗ്ഷനിലെത്തും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ പൂമ്പാറ വില്ലേജും നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്ന് ആ റൈറ്റ് പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് മന്നവന്നൂർ ഷീപ്പ് ഫാം, പൂണ്ടി, പോളൂർ, ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് ഇട്ടേക്കാം. മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി കണ്ടു നോക്കുകയാണെങ്കിൽ ആ വഴി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ട് അറിയാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു യാത്രയുടെ ഈ ക്ലിപ്പിങ്സ് കാണിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണ സ്പോട്ടിൽ നല്ല കുറേ വിഷ്വൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു രീതിയിൽ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേ എവിടെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ ഒരു സ്റ്റേയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കൊടൈക്കനാലിൽ നിന്നൊന്ന് ഡിവേറ്റ് ചെയ്ത് തിരക്കില്ലാത്തൊരു ഭാഗത്തേക്ക് വന്ന് കൂക്കാൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലവും ആ ഒരു ഭംഗിയൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണിക്കുന്നത് എന്നുള്ള ഒരൊറ്റ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂക്കാലും മാത്രമല്ല നമ്മൾ ആ പൂണ്ടിയും ആ മന്നമന്നൂർ ഷീപ്പ് ഫാമും ക്ലാവര വില്ലേജൊക്കെ പോയി കാണുകയാണെങ്കിൽ വേറെ കുറേ കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ വീണ്ടും ഞാൻ പറയണ ആ വീഡിയോ ഞാൻ ലിങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണും വരേക്കും ബൈ ബൈ.